പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന കപ്പിൾസിന്റെ ഇടയ്ക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത ചില മിസ്റ്റേക്കുകൾ. ഒന്നാമത്തേതെന്ന് പറയുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ടല്ല പോകുന്നത്. ഇനി നിങ്ങളുടെ ഇടയ്ക്ക് തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ നടന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യാതിരിക്കുക. അതായത് ഹസ്ബൻഡിന്റെയോ വൈഫിന്റെയോ സ്ട്രെസ് കാരണം അവരുടെ എഗ്ഗിന്റെയും സ്പേമിന്റെയും ക്വാളിറ്റി കുറയാൻ ഒരു കാരണമാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത്, ഓവുലേഷൻ ട്രാക്ക് ചെയ്യാതിരിക്കലാണ്. ഏതെങ്കിലും ദിവസം ബന്ധപ്പെട്ടത് കൊണ്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിബിൾ ആവണമെന്നില്ല. ഓവുലേഷൻ ഡേ കറക്റ്റ് മനസ്സിലാവുമ്പോഴാണ് പ്രഗ്നൻസി കുറച്ചുകൂടെ എളുപ്പമാവുന്നത്. മൂന്നാമത്തേതെന്ന് പറയുന്നത്, മെയിൽ പാർട്ട്ണറിനോ ഫീമെയിൽ പാർട്ട്ണറിനോ സ്മോക്കിംഗ് ഹാബിറ്റ്സോ ഡ്രിങ്കിങ് ഹാബിറ്റോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഇത് രണ്ടും ഉള്ള പാർട്ട്നേഴ്സ് ആണെങ്കിൽ എഗ്ഗിന്റെ ക്വാളിറ്റിയോ അതുമല്ലെങ്കിൽ സ്പേമിന്റെ ക്വാളിറ്റിയോ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാലാമത്തേതെന്ന് പറയുന്നത്, ഉറക്കക്കുറവാണ്. ഉറക്കക്കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ എഗ്ഗിന്റെ ക്വാളിറ്റിയോ അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ സ്പേമിന്റെ ക്വാളിറ്റിയോ കുറയാനുള്ള സാധ്യത ഉണ്ട്. അഞ്ചാമത്തേതെന്ന് പറയുന്നത്, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് മാക്സിമം ഒഴിവാക്കുക. അതായത് നിങ്ങൾക്ക് ടെൻഷൻസോ ആൻസൈറ്റിയോ വർക്ക് പ്രഷറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാനോ ആ ഒരു സ്ട്രെസ്സിനെ ഡീവിയേറ്റ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് ഓവർകം ചെയ്യാനോ നിങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ്.